എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL മഹാമേളയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്നലെ കാട്ടിയത് പോയിന്റ് ടേബിളിന്റെ കണക്കുകളെയാകെ മാറ്റിമറിച്ച ഒരു വലിയ അത്ഭുതമാണ്. കേവലം 168 റൺസ് എന്ന സാധാരണ സ്കോർ പ്രതിരോധിച്ചിട്ടും അപകടകാരികളായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന്റെ വമ്പൻ വ്യത്യാസത്തിൽ നിലംപരിശാക്കിക്കൊണ്ട് ഗുജറാത്ത് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ രാജാക്കന്മാരായി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അഹമ്മദാബാദിലെ തിങ്ങി നിറഞ്ഞ നരേന്ദ്രമോദി സ്റ്റേഡിയം ഈ ചരിത്ര വിജയത്തിന് ഇന്ന് സാക്ഷ്യം വഹിച്ചു. എന്നാൽ വിജയത്തിന്റെ ഈ വൻ ആഘോഷങ്ങൾക്കിടയിൽ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവർന്ന അതീവ വൈകാരികമായ ഒരു രംഗവും മൈതാനത്ത് അരങ്ങേറി. മത്സരം അവസാനിച്ചയുടനെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകുകയും നിയന്ത്രണം വിട്ട് അദ്ദേഹം ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പൊട്ടിക്കരയുകയും ചെയ്തു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആ ചരിത്ര സായാഹ്നത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത 20 ഓവറിൽ ബോർഡിൽ വെറും 168 റൺസ് എന്ന ചെറിയ ലക്ഷ്യം പടുത്തുയർത്തിയപ്പോൾ സ്റ്റേഡിയത്തിൽ സന്നിഹിതരായിരുന്ന 1 ലക്ഷത്തിലധികം വരുന്ന കാണികളോ ക്രിക്കറ്റ് വിദഗ്ധരോ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരവും സ്ഫോടനാത്മകവുമായ ബാറ്റിംഗ് നിരയുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഗുജറാത്ത് വെറും 86 റൺസ് എന്ന നാണം കെട്ട സ്കോറിന് എറിഞ്ഞിടുമെന്ന്. എന്നാൽ ഇന്നത്തെ രാത്രിയുടെ വിധി മറ്റൊന്നായിരുന്നു. ശുഭ്മാൻ ഗില്ലിന്റെ മാന്ത്രിക ക്യാപ്റ്റൻസിയും മുഹമ്മദ് സിറാജിന്റെ ജീവനെടുത്തുന്ന തീപ്പൊരി സ്വിംഗും ചേർന്ന് മൈതാനത്ത് ഒരുക്കിയ ചക്രവ്യൂഹം IPL ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ രചിച്ചു. ഇന്നിംഗ്സിന്റെ 15ാം ഓവറിൽ റാഷിദ് ഖാനിന്റെ സ്പിൻ മാന്ത്രികതയിൽ പ്രഫുൽ ഹിംഗെ വഞ്ചിതനാവുകയും ജോസ് ബട്ട്ലർ മിന്നൽ വേഗത്തിൽ സ്റ്റംപ് ഔട്ട് ചെയ്ത് ഹൈദരാബാദിന്റെ ഇന്നിംഗ്സിന് അന്ത്യം കുറിക്കുകയും ചെയ്ത നിമിഷം ഗുജറാത്തിന്റെ വിജയത്തിന്റെ കാതടപ്പിക്കുന്ന ശബ്ദത്താൽ മൈതാനം മുഴുവൻ പ്രകമ്പനം കൊണ്ടു. ടൈറ്റൻസ് കളിക്കാർ ഗ്രൗണ്ടിന്റെ ഒത്ത നടുവിൽ വിജയലഹരിയിൽ മുങ്ങിത്താണു. എന്നാൽ ഈ കോലാഹലങ്ങൾക്കും ആഘോഷങ്ങൾക്കുമിടയിൽ ബ്രോഡ്കാസ്റ്ററുടെ ക്യാമറ പെട്ടെന്ന് ഗുജറാത്തിന്റെ യുവ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് നേരെ തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചു. വിജയം ആഘോഷിക്കുന്നതിനു പകരം തൊപ്പി താഴ്ത്തി മുഖം മറച്ച് ഗ്രൗണ്ടിലിരുന്ന് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ഗിൽ. അവ കേവലം സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നില്ല. ഈ സീസണിൽ ഉടനീളം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് തോളിലേറ്റിരുന്ന കടുത്ത പോരാട്ടങ്ങളുടെയും മാനസിക സമ്മർദ്ദങ്ങളുടെയും വിമർശനങ്ങളുടെ കയ്പുനീരിന്റെയും ബാക്കി പത്രമായിരുന്നു ആ കണ്ണുനീർ. വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ ഗിൽ ഇങ്ങനെ മൈതാനത്തെ തളർന്നിരിക്കുന്നത് കണ്ടപ്പോൾ ടീമിലെ ഏറ്റവും പരിചയസമ്പന്നനും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുമായ മുഹമ്മദ് സിറാജ് തന്റെ വിജയത്തിന്റെ ആഘോഷം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഉടൻ തന്നെ ഗില്ലിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഒരു ജ്യേഷ്ഠനെ പോലെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. തന്റെ സ്പെല്ലിലെ 3 ഓവറിൽ വെറും 11 റൺസ് വിട്ടുകൊടുത്ത് അപകടകാരിയായ ട്രാവിസ് ഹെഡിന്റെ നിർണായക വിക്കറ്റ് വീഴ്ത്തിയ സിറാജ് തന്നെയാണ് ഗുജറാത്തിന്റെ ഈ അഭൂതപൂർവമായ വിജയത്തിന് ശക്തമായ അടിത്തറ പാകിയത്. സിറാജിന്റെ കരുത്തുറ്റ തോളിൽ തലവെച്ച് ഗിൽ തന്റെ വികാരങ്ങളെ അണപൊഴയൊഴുകാൻ അനുവദിച്ചു. ഒരു യുവ ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ 1-ാം നമ്പർ സിംഹാസനം നേടുന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കാൻ ആ നിമിഷങ്ങൾ തന്നെ മതിയായിരുന്നു. മത്സരം അവസാനിച്ച ശേഷം പ്രസന്റേഷൻ സെറമണിയുടെ തിളക്കത്തിൽ ഈ കണ്ണുനീരിന്റെയും ചരിത്ര വിജയത്തിന് പിന്നിലെ രഹസ്യത്തെക്കുറിച്ച് ശുഭ്മാൻ ഗില്ലിനോട് ചോദിച്ചപ്പോൾ മുഹമ്മദ് സിറാജിനോടുള്ള അദ്ദേഹത്തിന്റെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഹൃദയസ്പർശിയായ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഒരു വൈകാരിക കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. ഇടറിയ ശബ്ദത്തിൽ ഗിൽ പറഞ്ഞു, "ഇന്ന് ലോകം മുഴുവനും ക്രിക്കറ്റ് ലോകവും എന്റെ ക്യാപ്റ്റൻസിയെ പ്രശംസിക്കുകയും പോയിന്റ് ടേബിളിലെ ഞങ്ങളുടെ 1-ാം സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പൂർണ്ണ സത്യസന്ധതയോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്നത്തെ ഈ അവിശ്വസനീയമായ വിജയത്തിന്റെ യഥാർത്ഥ അവകാശിയും ഹീറോയും മുഹമ്മദ് സിറാജ് മാത്രമാണ്." മത്സരത്തിന്റെ ആദ്യ ഓവറിലെ 4-ാം പന്തിൽ തന്നെ ട്രാവിസ് ഹെഡിനെ പോലെയുള്ള ഒരു വിനാശകാരിയായ ബാറ്റ്സ്മാനെ പുറത്താക്കി ഹൈദരാബാദിന്റെ മനോഭാവത്തെ തകർക്കുകയും അവരുടെ നട്ടെല്ലൊടിക്കുകയും ചെയ്ത സിറാജ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള എന്റെ പകുതി ജോലിയും മൈതാനത്ത് എളുപ്പമാക്കി. സിറാജ് എനിക്ക് കേവലം ഒരു ഫാസ്റ്റ് ബൌളറോ ടീം മെമ്പറോ അല്ല, അവൻ എനിക്ക് സ്വന്തം സഹോദരനെ പോലെയാണ്. ലോകം മുഴുവൻ എന്റെ ക്യാപ്റ്റൻസിയെയും കഴിവുകളെയും ചോദ്യം ചെയ്യുമ്പോഴും മൈതാനത്ത് അവൻ എനിക്കൊപ്പം ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. സിറാജിനോടുള്ള ഗില്ലിന്റെ ഈ അചഞ്ചലമായ സ്നേഹവും ബഹുമാനവും വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് ഇപ്പോൾ വെറും 11 കളിക്കാരുടെ ഒരു കൂട്ടം മാത്രമല്ല, മറിച്ച് ഓരോ കളിക്കാരനും മറ്റൊരാൾക്കു വേണ്ടി ജീവൻ തരാൻ തയ്യാറായ ഒരു വൈകാരിക കുടുംബമായി മാറിക്കഴിഞ്ഞു. 168 റൺസ് എന്ന സ്കോർ വെച്ചുകൊണ്ട് ഹൈദരാബാദിനെ 86 റൺസിൽ ഒതുക്കാൻ കഴിയുമെന്ന് മറ്റു ബൌളർമാർക്ക് ആത്മവിശ്വാസം നൽകിയത് സിറാജിന്റെ ആ 11 റൺസ് മാത്രം വഴങ്ങിയ മാന്ത്രിക സ്പെല്ലാണെന്ന് ഗിൽ തുറന്ന് സമ്മതിച്ചു. എന്നാൽ ഇന്നത്തെ സായാഹ്നത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷം വരാനിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രസന്റേഷൻ സമയത്ത് ഗാലറിയിലെ VIP സ്റ്റാൻഡിലേക്ക് പ്രത്യേകമായി വിരൽ ചൂണ്ടിക്കാണിച്ച് സാര ടെണ്ടുൽക്കറെക്കുറിച്ച് ശുഭ്മാൻ ഗിൽ അതീവ രഹസ്യവും ഹൃദയസ്പർശിയുമായ ഒരു പ്രസ്താവന നടത്തി. മുഖത്ത് നിറഞ്ഞ ചിരിയോടെയും കണ്ണുകളിൽ തിളക്കത്തോടെയും ഗിൽ പറഞ്ഞു, "കളിക്കളത്തിലെ പ്രതിസന്ധികൾ പ്രതികൂലമാകുകയും മാനസിക സമ്മർദ്ദം അതിരുകടക്കുകയും ചെയ്യുമ്പോൾ ഗാലറിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം നിങ്ങൾക്കൊരു വിശിഷ്ടമായ മാനസിക ശക്തിയും ആന്തരിക സമാധാനവും നൽകുന്നു. മൈതാനത്തെ സാരയുടെ സാന്നിധ്യവും അവളുടെ
അചഞ്ചലമായ പിന്തുണയും എനിക്ക് എപ്പോഴും ഒരു ലക്കി ചാമാണ്. ഇന്ന് ഞാൻ വെറും 5 റൺസിന് ഔട്ടായി നിരാശയോടെ പവലിയനിലേക്ക് മടങ്ങുമ്പോൾ ഗാലറിയിൽ നിന്ന് ഗേറ്റ് ലഭിച്ച അവളുടെ പോസിറ്റീവ് എനർജിയും വിശ്വാസവുമാണ് രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഫീൽഡിംഗ് സമയത്ത് നിർഭയമായി ആക്രമണാത്മക തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ധൈര്യം നൽകിയത്. ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്താണെങ്കിൽ അതിലെന്റെ മഹത്തായതും വെല്ലുവിളിച്ചെറിഞ്ഞതുമായ പ്രതിസന്ധിഘട്ടങ്ങളിൽ പാറ പോലെ എനിക്കൊപ്പം നിന്നവർക്ക് വലിയ പങ്കുണ്ട്. സാറ ടെൻഡുൽക്കറെക്കുറിച്ച് ഗിൽ നൽകിയ ഈ ധീരവും വൈകാരികവുമായ പ്രസ്താവന ഇപ്പോൾ മുഴുവൻ ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വൻ കോളിളകം സൃഷ്ടിക്കുകയാണ്. ഗിൽ ഈ വാക്കുകൾ പറയുമ്പോൾ VIP സ്റ്റാൻഡിലിരുന്ന സാറ ടെൻഡുൽക്കർക്കും ഈ ചരിത്ര വിജയവും വൈകാരികമായ വാക്കുകളും കേട്ട് തന്റെ നാണം കലർന്ന പുഞ്ചിരിയും സന്തോഷവും മറച്ചുവെക്കാനായില്ല. സാരയുടെ മുഖഭാവങ്ങളും തിളങ്ങുന്ന കണ്ണുകളും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതായിരുന്നു. ശുഭ്മാൻ ഗില്ലിന്റെ ഈ ഉജ്ജ്വല വിജയത്തിനും 1ാം നമ്പർ പദവിക്കും പിന്നിൽ ഒരു വലിയ വൈകാരിക പ്രേരണ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് അദ്ദേഹത്തിന് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ശക്തി നൽകുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് 168 റൺസ് പ്രതിരോധിച്ച രീതിയും ഹൈദരാബാദിനെ 82 റൺസിന്റെ വമ്പൻ വ്യത്യാസത്തിൽ പരാജയപ്പെടുത്തിയതും തെളിയിക്കുന്നത് ശുഭ്മാൻ ഗിൽ ഇപ്പോൾ IPLലെ ഏറ്റവും പക്വതയുള്ളതും അപകടകാരിയുമായ ക്യാപ്റ്റന്മാരുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 12 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുമായി ഗുജറാത്തിന്റെ പ്ലേ ഓഫ് പ്രവേശനം ഉറപ്പാക്കുക മാത്രമല്ല, അവർ ആദ്യ 2 സ്ഥാനങ്ങളിൽ അവരുടെ ഇടം ഭദ്രമാക്കുകയും ചെയ്തു. പോയിന്റ് പട്ടികയിൽ RCB, ഹൈദരാബാദ് തുടങ്ങിയ വമ്പന്മാരെ പിന്തള്ളി 1ാം നമ്പർ കിരീടം ചൂടിയത് ഗില്ലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. സിറാജിന്റെ 3.70 എന്ന വിസ്മയിപ്പിക്കുന്ന ഇക്കോണമിയും റബാഡയുടെ 3 വിക്കറ്റുകളും ഇന്ന് സൺറൈസേഴ്സിന്റെ ഓറഞ്ച് ആർമിയുടെ നിറം കെടുത്തിക്കളഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് ആരാധകരെ, ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഈ ഗംഭീര 1ാം നമ്പർ സ്ഥാനത്തെക്കുറിച്ചും ശുഭ്മാൻ ഗില്ലിന്റെ ഈ വൈകാരിക കണ്ണുനീരിനെക്കുറിച്ചും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ സീസണിലെ ഏറ്റവും അപകടകാരിയായ ബൌളർ സിറാജാണെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? സാര ടെൻഡുൽക്കറുടെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ശുഭ്മാൻ ഗില്ലിന് ഗുജറാത്തിന്റെ വിധി മാറ്റിയെഴുതാനുള്ള മാന്ത്രികത നൽകിയോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ GT ടോപ്പ്, ഗിൽ, സിറാജ്, സാര എന്നിങ്ങനെ രേഖപ്പെടുത്തി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഈ യുവ ടീമിന്റെ പോരാട്ട വീര്യത്തിനുള്ള സല്യൂട്ടാണ്.